പൊന്നാനിയുടെ മുഖച്ഛായ മാറ്റുന്ന വിവിധ പദ്ധതികളാണ് പൊന്നാനി നഗരസഭ മുൻകൈയെടുത്ത പ്രദേശത്ത് നടപ്പിലാക്കുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. പൊന്നാനി നഗരസഭ ഡയാലിസിസ് സെന്റർ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീരദേശ പ്രദേശമായിട്ടുള്ള പൊന്നാനിയിൽ ഇപ്പോഴുള്ള ഡയാലിസിസ് സെന്ററിൽ ഏകദേശം 78 ആളുകളാണ് ഡയാലിസിസ് ചെയ്യുന്നത്. 138 ആളുകൾ നമ്മുടെ ലിസ്റ്റിൽ ഇനിയും ഡയാലിസിന് വേണ്ടി കാത്തു നിൽക്കുക. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയാലിസിന് 1500 രൂപയോളം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെലവഴിക്കണം. ദൂരപ്രദേശങ്ങളിൽ അവർ പോവുകയാണെങ്കിൽ ആ വണ്ടിയുടെ ചിലവെല്ലാം വരുമ്പോൾ അവരുടെ സമയം താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഡയാലിസിസ് കെട്ടിടം നമുക്ക് ഇവിടെ വരുമ്പോൾ ഇതിൽ നിലവിൽ നമ്മുടെ ക്യൂവിലുള്ള മുഴുവൻ ആളുകൾക്കും നമുക്കിവിടെ ഡയാലിസിസ് ചെയ്യാൻ കഴിയും. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമാവുന്നതോടെ കൂടുതൽ രോഗികൾക്ക് ചികിത്സാ സൗകര്യം ലഭ്യമാക്കി രോഗികൾക്ക് ആശ്വാസം പകരാൻ സാധിക്കും. നൂതന പദ്ധതികളും സൗകര്യങ്ങളും നടപ്പാക്കി കേരളത്തിലെ മികച്ച പട്ടണങ്ങളിൽ ഒന്നായി പൊന്നാനി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പൊന്നാനി ഡയാലിസിസ് സെന്റർ ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ പി നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ തോതിലേക്കുള്ള സൗകര്യത്തോടു കൂടിയുള്ളൊരു കെട്ടിടം വേണമെന്നത്. ഈ പൊന്നാനി മേഖലയ്ക്കകത്ത് ഡയാലിസിസ് രോഗികൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഒരുപക്ഷെ ഇത്രയുമധികം ഡയാലിസിസ് യൂണിറ്റുകളുള്ള ഒരു സ്ഥലവും ചിലപ്പോൾ കാണില്ല. അത്രയധികം യൂണിറ്റ് കൂടി 3 പ്രധാനപ്പെട്ട സെൻ്ററുകൾ, സ്വകാര്യ ആശുപത്രിയിലുള്ള സൗകര്യം, എന്നിട്ട് പോലും ഇവിടുത്തെ രോഗികൾക്ക് കൃത്യമായ സമയം കിട്ടാതെ വിഷമിക്കുന്നൊരവസ്ഥയാണ് ഇവിടെയുള്ളത്. ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ് AOS രഘുവരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 4.4 കോടി ചെലവിൽ കേന്ദ്ര സംസ്ഥാന പദ്ധതിയായ PNJVKയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്ഥിരം സമിതി അധ്യക്ഷയായ അജിന ജബ്ബാർ, OO ഷംസു, രജിഷ് ഉപ്പാല, ഷീന സുദേശൻ, T മുഹമ്മദ് ബഷീർ, മുൻ നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി, നഗരസഭാ കൌൺസിലർമാർ, ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ മുഹമ്മദ് കുട്ടി മാസ്റ്റർ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം KM മുഹമ്മദ് കാസിംകോയ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി. Calicut Notebook Restaurant, the fusion experience with a slice of Malabar, Forum Center Mall, Edappal, Malappuram. We are also at Abu Dhabi, Dubai, Sharjah, Ajman, Qatar and Kochi.